മറുപടി കൊടുക്കുകയാണ്. അപ്പം മഹാന്റെ ചോദ്യം ഔ ബിഗൈരി ഫഹ്മിൻ യാ അല്ലാഹുവേ, ഈ ഖുർആൻ മനസ്സിലാക്കി ഓതിയാലേ കൂലി കിട്ടുകയുള്ളൂ, അതോ മനസ്സിലാക്കാതെ ഓതിയാൽ അതിന് കൂലിയുണ്ടോ അല്ലാഹ്? അപ്പൊ അള്ളാന്റെ മറുപടി രണ്ടാണെങ്കിലോ അത് കൂലി ഓതി, അതായത് അർത്ഥം അറിഞ്ഞു ഓതിയാൽ അതിന് ഒരു പ്രതിഫലമുണ്ട്, അറിയാതെ ഓതി അതിനും പ്രതിഫലമുണ്ട്. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുകയും അല്ലാഹു തആല ബിഫഹ്മിൻ ഔ ബിഗൈരി ഫഹ്മിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരാൾ വാശി പിടിക്കുകയാണെങ്കിൽ അയാൾക്ക് ഖുർആൻ നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. ഖുർആന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? ഖുർആന്റെ സ്റ്റാർട്ടിംഗ് എന്താണ്? സൂറത്തുൽ ഫാത്തിഹ എന്നൊരു അധ്യായമുണ്ട്. അൽ ഫാത്തിഹ എന്ന അധ്യായം കഴിഞ്ഞാൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് അൽ ബഖറ എന്നല്ലേ? ആ ബഖറയുടെ തുടക്കം ആർക്കാ മനസ്സിലായത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആദ്യത്തെ ആയത്ത് ആർക്കെങ്കിലും മനസ്സിലായോ? അലിഫ് ലാം മീം. അതന്നെ. അപ്പൊ അതന്നെ അല്ലാഹു അലം. അല്ലാഹു അലം എന്ന് പറഞ്ഞ മറുപടിയാ. അല്ലാഹു അലം എന്ന് പറഞ്ഞ എന്താണ്? അല്ലാഹ്ക്കറിയാം. അത് അറിയില്ല എന്ന് സമ്മതിക്കലാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലാഹു അലം, അതാ അതിന്റെ അർത്ഥം. അല്ലാണ്ട് അലിഫിലെ അർത്ഥം അല്ലാഹു അലം എന്നല്ല. ആണോ? വൽ ഖുർആനിൽ മജീദ്. എന്താ ഖാഫ്? അല്ലാഹു അലം. മനസ്സിലായിട്ടില്ല. അപ്പം മനസ്സിലാക്കണമെന്നില്ല. ഖുർആന് മനസ്സിലാക്കിയാൽ അതിന് വേറെ കൂലി, മനസ്സിലാക്കാതെ പോയാൽ അതിനും കൂലി. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആനിലേക്ക് വരാം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് വരാം. ഒരിക്കൽ മഹാനായ സ്വഹാബിമാർ ഒരുപാടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, പരിശുദ്ധ ഖുർആന് കൊണ്ടുള്ള ചികിത്സ. പരിശുദ്ധ ഖുർആന് നമുക്ക് മനസ്സിന് സമാധാനമാണ്. ഈ പരിശുദ്ധ ഖുർആൻ എല്ലാറ്റിനും സമാധാനം തന്നെയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല പുണ്യനബി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മിൻ അകാബിരി സ്വഹാബ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അതിപ്രമുഖനാണല്ലോ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല. ആ അബൂ സഈദ് തങ്ങൾ ഒരു ദിവസം ഒരു വഴിമധ്യേ നടന്നു പോകുമ്പോഴാണ് വിഷം ഏറ്റ് അങ്ങേയറ്റം കിടപ്പിലായ കാന റഈസുൽ ഖൗം, ഒരു വലിയ നാട്ടുപ്രമാണിയുണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നതെന്ന് ഓർമ്മിക്കണം. ആ റഈസുൽ ഖൗമായ നാട്ടുപ്രമുഖനായ ആൾ വിഷമേറ്റുകൊണ്ട് ദിവസങ്ങളായി കിടപ്പിലാണത്രേ. അയാളുടെ അരികിലൂടെ നടന്നു പോകുമ്പോ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ? അബൂ സഈദ്, മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ഒരൊറ്റ പണിയേ ചെയ്തുള്ളൂ. എന്താണത്? മഹാനവറുകൾ ഫലമ്മാ ഖറഅ സൂറത്തുൽ ഫാത്തിഹ അഫാഖ, മൂപ്പര് സൂറത്തുൽ ഫാത്തിഹ അങ്ങോട്ട് ഓതി മൂപ്പര് തട്ടിപ്പടിഞ്ഞ് എഴുന്നേൽക്കുന്നതാ പിന്നെ കണ്ടത്. സൂറത്തുൽ ഫാത്തിഹ ഓതി ഒന്ന് പിന്നെ ഇയാളെ കണ്ണ് തെളിയുന്നതാ കണ്ടത്. ഇത് ഫത്ഹുൽ ബാരി, ഇതിന്റെ വ്യാഖ്യാനം വളരെ വ്യക്തമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അപ്പൊ എന്തുണ്ടായിന്നറിയോ? ഇത് രസമുണ്ട്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ കൂലി വാങ്ങാൻ പറ്റൂലേ? ബാലറിഞ്ഞ പൈസ വാങ്ങാൻ പറ്റൂലേ? ഖുർആൻ പറഞ്ഞു കൊടുത്ത പൈസ വാങ്ങാൻ പറ്റൂലേ? ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഞാൻ ആ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എല്ലാവരും നല്ല ബോധമുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദീന് പറഞ്ഞു കൊടുക്കുക എന്ന ആത്മാർത്ഥതയൊക്കെ കാലം അവസാനിക്കുമ്പോഴേക്ക് ഏതാണ്ട് തീർന്നിട്ടുണ്ടാകും. ജനങ്ങളൊക്കെ എന്തെങ്കിലും സംതിങ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ഫീൽഡ് പോലും കൈകാര്യം ചെയ്യുന്നത്. അല്ലാഹു നമുക്ക്
സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത് ഹദീസാണ്, തുർമിദി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ദീനിന് വേണ്ടി അല്ലാതെ മതവിദ്യ അഭ്യസിച്ച് വലിയ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കണ്ട് അത് വലിയ സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ താഴ്മയും വിനയവും അള്ളാഹു നിലനിർത്തി തരട്ടെ. ദീനിനോടുള്ള പ്രതിബദ്ധി അള്ളാഹു നമുക്കൊക്കെ നിലനിർത്തി തരട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, വലിയ വിഷയമാണ്. സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രിയാകുന്ന സമയത്ത് കാന യളിബു അലാ ഖദമൈഹി ബിദ്ദിറ, ചാട്ടവാറെടുത്തിട്ട് മഹാൻ തന്റെ കാലിന് അടിയോടടിയാണ് എല്ലാ ദിവസവും. ആര്? ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വലിയ മഹാന്മാരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. നമുക്ക് എന്നിട്ടൊരു ബേജാറില്ല അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബോധം നൽകുമാറാകട്ടെ. അബൂ സഈദ് റളിയല്ലാഹു തആല മിൻ അകാബിരി സ്വഹാബ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ മഹാനാണ് സഈദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവരെന്ത് ചെയ്തെന്നറിയോ? ഈ വലിയ ആളല്ലേ, ഇയാളുടെ പ്രമാണിയാണ്. ദിവസങ്ങളായി ബോധമില്ലാതെ കിടന്ന അയാൾ ഒരൊറ്റ ഊത്ത് കൊണ്ടുകൊണ്ട് അയാളെ ഒരൊറ്റ ഊത്ത് ഫാത്തിഹ ഓതി ഊതാൻ വലിയ പണിയില്ലല്ലോ. 7 ആയത്തല്ലേ ഉള്ളൂ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ഖലാസ്, ഒരൊറ്റ ഊത്തുണ്ട് കഴിഞ്ഞു. 30 ആട കിട്ടിയത്. മാഷാ അല്ലാഹ്, 30 ആട് പ്രസന്റേഷൻ ഒരു സമ്മാനമായിട്ട് കൊടുത്തതാ. അദ്ദേഹം പൈസ ചോദിച്ചിട്ടൊന്നുമില്ല. ഈ നാട്ടു പ്രമാണിയായ ഇയാള് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി അവർ സമ്മാനം കൊടുത്തതാണ്. എത്ര? 30 ആടുകൾ. ഈ 30 ആടും അതിന് കയറും പിടിച്ചിട്ട് ഇങ്ങനെ സഹാബത്ത് ഇങ്ങനെ വരികയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുക്കിലേക്ക് എത്തി. അതിൽപ്പെട്ട സഹാബത്തൊക്കെ അല്ല അബൂ സഈദ്, നിങ്ങൾ എന്താപ്പാ ചെയ്തത്? ഖുർആൻ ഓതിക്കൊടുത്തിട്ട് ജനങ്ങളോട് പൈസ വാങ്ങിക്കേ. സുബ്ഹാനല്ലാഹ്, ഇതെങ്ങനെയാണ് ഈ 30 ആടുകൾ? നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? വളരെ മോശമായി കേട്ടാ. ഖുർആാനോന്ന് ഒരാൾക്ക് പൂന്നറ മന്ത്രിച്ചു കൊടുത്ത് നിങ്ങൾ 30 ആടിനെ കയറ്റി വരുന്നു. സുബ്ഹാനല്ലാഹ്, അതൊരു ശരിയായ ഏർപ്പാടായില്ലല്ലോ. അബൂ സഈദ്, മാലക യാ അബാ സഈദ് അഖൽത അലാ കിതാബില്ലാഹി അജ്റാ. ബാബുൽ ഇജാറത്തിലാണ് സഹീഹുൽ ബുഖാരി ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അവിടെ പറയാണ് നബി ഒരു നമ്മൾ വെറുതെ കസറുണ്ടാക്കണ്ട. ഏതാണ് എനിക്ക് അയാൾ ഗിഫ്റ്റ് തന്നാണ്. നബിന്റെ അടുത്തേക്ക് നമ്മൾ പോയി നോക്കാം. നബി തങ്ങൾ എടുക്കുന്ന ഫൈനൽ ആവാത്ത ഒരു വിഷയമില്ലല്ലോ. നബി തങ്ങൾ എടുക്കില്ല. ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹബീബായ നബിയോട് പറഞ്ഞു, നബി എന്തുണ്ടായി? ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ പോവാ. അപ്പൊ അവിടെ ഉണ്ട് ഒരാളിങ്ങനെ ഫ്ലാറ്റായി കിടക്കണ്. അയാൾ നാട്ടിലെ പ്രമാണിയാ പോലും. അങ്ങനെ ദിവസങ്ങളായി അദ്ദേഹം വിഷം ഏറ്റ് കിടക്കാൻ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മള് ഫാത്തിഹ ഊതിക്കൊടുത്ത് അയാൾ എണീറ്റ് ഓടി. അപ്പൊ അയാൾക്ക് സന്തോഷമായിട്ട് 30 ആട് തന്നിട്ടുണ്ട്. അതിനെന്താ നബി പ്രശ്നം വല്ലതും ഉണ്ടാ? സുബ്ഹാനല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി നോക്കണം. ഇന്ന ഖൈറ മാ അഖൽതും അലൈഹി അജ്റാ കിതാബുല്ലാഹ്. നിങ്ങൾക്ക് കൂലി വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സംഗതി ഖുർആൻ പഠിച്ചിട്ട് ആൾക്കാർക്ക് പറഞ്ഞുകൊടുത്ത് പൈസ വാങ്ങിക്കലാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ ബർക്കത്താണ്. അത് വലിയ ബർക്കത്ത്. ബഹുമാനപ്പെട്ട ഉദവിസ്താദ് മുസ്തഫ അവർ ഞങ്ങളവിടെ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ മേഖലയിൽ നിന്നിട്ട് ഖുർആനും ഹദീസും ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് നമുക്കൊന്നൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല. സത്യമാണ്. വല്ലാഹി അൽഹംദുലില്ലാഹ്, ഒരു പ്രയാസമില്ല. വളരെ റാഹത്താണ്. അത് ഉദ്ദേശശുദ്ധി പോലെ നിങ്ങൾക്കറിയാലോ. പരസ്പരം ഈ വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും സംതിങ് ഉദ്ദേശിക്കുകയും അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് സുബ്ഹാനല്ലാഹ്, അത് അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം അള്ളാന്റെ ഹബീബ് ഇങ്ങനെ ഒരു വിഷയം ഒരിക്കൽ ചർച്ച ചെയ്തപ്പോ അശഖഖത ഖൽബഹു എന്ന് ചോദിച്ചിട്ടുണ്ട്. നീ അവന്റെ മനസ്സ് കുത്തിക്കീറി നോക്കിയിട്ടുണ്ടോ? നീ എന്തിനാ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? നീ എന്തിനാ അവനെ കുറിച്ച് നീ എന്തിനാണ് ചിന്തിക്കുന്നത്? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ ഒരുപാടുണ്ട്. വെറുതെ ആരാന്റെ ചിന്തിച്ച് നമ്മൾ വെറുതെ ആരാന്റെ ഖബറിലേക്ക് നമ്മൾ വിഷണ്ടാക്കി കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മളെ പറ്റി തന്നെ പറയാം. അള്ളാഹു നമുക്ക് നാഫിയ അൽമന തരട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇബ്നു മാജ നിവേദനം ചെയ്യുന്ന ഹദീസാണിത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിശിഫാഇൻ അൽ ഖുർആനി വൽ അസൽ. രണ്ട് സംഗതികളെ കൊണ്ട് നിങ്ങൾ ചികിത്സ നടത്തണം, അതിന് വലിയ പ്രതിഫലം ലഭ്യമാകും. ഒരു വലിയ രോഗശമനം തന്നെ അതുകൊണ്ട് ലഭ്യമാണ്. ഒന്ന് അൽ ഖുർആൻ, രണ്ട് അൽ അസൽ, തേനും ഖുർആനും. അപ്പൊ ഖുർആൻ നമുക്ക് വേദനിക്കുന്ന മനസ്സിനൊക്കെ സമാധാനം നൽകുന്നതാണ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഹദീസുകളിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോവാൻ. ഒന്ന് ഹബീബ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖൈറുദ് ദവാഇ അൽ ഖുർആൻ. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ മരുന്ന് അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. പക്ഷേ ആ വിഷയം ഉദ്ധരിക്കുന്നത് ഹാഫിള് ഇബ്നു ഖയ്യിമാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചില സലഫി ആശയമുള്ളവരുണ്ടാവാം. ഇബ്നു തൈമിയ്യ അവർ വലിയ സംഭവമാക്കി പറയാറുണ്ട്. ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഹാഫിള് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. ആ ഹാഫിള് ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മആദിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് അവിടെ പ്രത്യേകം എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. ഖുർആനിനെ ആരെങ്കിലും ഇത്തരം സാന്ത്വനത്തിന് വേണ്ടി, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി, രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ബിസിദ്ഖിൻ വ ഈമാൻ, അതുകൊണ്ട് മാത്രമേ അത് നടക്കൂ എന്ന് അവിടെ വ്യാഖ്യാനം കൊടുത്തിരിക്കുകയാണ്. ആള് മുസ്ലിമാണ്, ആള് മുഅ്മിനാവണം. മുസ്ലിമാവണം എന്നല്ല, മുഅ്മിനാവണം. അവന്റെ മനസ്സിൽ ഈമാൻ വേണം. ഇതുകൊണ്ട് എനിക്ക് ഫലമുണ്ട്, ഇത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാകും എന്ന ചിന്തയുള്ളവനാകണം. ബഹുമാനപ്പെട്ട കല്ലായി സാഹിബ് അവറുകൾ പലപ്പോഴും ശംസുൽ ഉലമാ തങ്ങളെ എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ശംസുൽ ഉലമായുടെ മഹത്വം പറയുന്ന ഒരു വലിയ മഹാനാണ്. നിങ്ങളുടെ നാടിന്റെ ചാലക ശക്തി എന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച പ്രിയങ്കരനായ കല്ലായി സാഹിബ് അന്ന് ശംസുൽ ഉലമയെ കുറിച്ച് ഒരുപാട് എന്നോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ചില വാക്കുകൾ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാലോ ബഹുമാനപ്പെട്ടവർ അങ്ങകലെ വലിയ വലിയ മഹാന്മാരുമായി നേരിട്ട് സംവദിക്കാറുണ്ടല്ലോ. അവരുടെ മക്ബറകളിൽ ചെന്നുകൊണ്ട് നേരിട്ട് സംവദിക്കാറുണ്ടല്ലോ മഹാൻ. അജ്മീർ മുത്തുപേട്ട നാഗൂർ ഒരിക്കൽ മഹാനവറുകൾ പോയ സംഭവം ഞാൻ കേട്ടു. അവിടെ പോയിട്ട് മഹാനവറുകൾ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കുഞ്ഞുമായി ഒരു സഹോദരി, ഒരു തമിഴൻ സഹോദരി ഒന്നുകൊണ്ട് കരയുകയാണ്, വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട്. എന്താ വിഷയം? എന്റെ കുട്ടിക്ക് സംസാരശേഷി ഇല്ല, ഈ കുട്ടിക്കുള്ള സംസാരശേഷി കിട്ടണം, ഈ കുട്ടിക്കുള്ള സംസാരശേഷി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അവിടെ കിടന്നവനോട്, അവിടെ കിടക്കുന്ന വലിയനോട് പുറത്തു നിന്ന് സംവദിക്കുകയാണ്. ആ കേസ് നിങ്ങൾ ഏറ്റെടുക്കണം, ആ സഹോദരിയുടെ സങ്കടം നിങ്ങൾ തീർത്തു കൊടുക്കണം. ഉടനെ തന്നെ ആ കുട്ടിക്ക് സംസാരശേഷി ലഭ്യമായത് നമ്മൾ എത്രയെത്ര ബഹുമാനപ്പെട്ടവരെ കുറിച്ച് കേട്ടതാണ്, പലരും പറഞ്ഞതും അത് രേഖകളിൽ നമ്മൾ എഴുതി കാണുന്നതുമാണല്ലോ. ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ചിലരുടെ ആ ഒരു അങ്ങനെയാണ്, അവരുടെ ജീവിതത്തിൽ അത്രക്കും വലിയ തസ്ദീഖ്, ഈമാൻ അത് ഉറച്ച ആളുകൾ, അവർക്കത് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിം തങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഖുർആൻ കൊണ്ട് ചികിത്സയോ? ചില ആൾക്കാർ ഇപ്പൊ ചോദിക്കുകയാണ്. അതിന് മറുപടി ഇബ്നു ഖയ്യിം തങ്ങൾ, അലൈസൽ ഖുർആൻ അഅ്ലമ മിൻ ഖമീസ് യൂസുഫ്. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് തന്റെ ബാപ്പ യാക്കൂബ് നബിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട സന്ദർഭം, ഇദ്ഹബൂ ബിഖമീസി അദാ വഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. എന്റെ പിതാവിന്റെ മുഖത്ത് കൊണ്ടുപോയി ഈ കുപ്പായം നിങ്ങൾ അങ്ങ് ഇട്ടാൽ മതി, എന്റെ ബാപ്പക്ക് കർശശക്തി വരുമെന്ന് പറഞ്ഞ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ യൂസുഫ് നബിന്റെ ഖമീസിന്റെ വിലയും ആ ഖമീസ് കൊണ്ട് അത്രയും വിലയില്ല എന്നാണോ നിങ്ങൾ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? എടോ, ആ ഖമീസ് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് കാഴ്ച നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഖുർആൻ കൊണ്ട് എന്തെല്ലാം ലഭ്യമാണ്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്
എന്റെ പ്രിയപ്പെട്ട ഈ ഓതിയ ആയത്ത് സൂറത്ത് യൂസുഫിന്റെ 93-ാം വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. സാദുൽ മആദിൽ തന്നെ ഹാഫിള് ഇബ്നു ഖയ്യിം തങ്ങൾ ഒരു സംഭവം ഉദ്ധരിക്കുക, ഒരു കിനാവാണ്. ആരുടെ കിനാവ്? അബുൽ ഖാസിം ഖുശൈരി തങ്ങളുടെ കിനാവ്. അബുൽ ഖാസിം ഖുശൈരി തങ്ങളുടെ കിനാവാണ്. എന്താ വിശേഷം? സുബ്ഹാനല്ലാഹ്. അബുൽ ഖാസിം